നമസ്കാരം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാകും മുന്നേ UK-യിലെ കുടുംബജീവിതം കുട്ടിച്ചോറായി. ലക്ഷങ്ങൾ മുടക്കി ആഘോഷകരമായി നാട്ടിൽ നടത്തിയ വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും UK-യിലെത്തിയിട്ട് ഒരു വർഷം പൂർത്തിയായില്ല. ഭർത്താവ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഒരാഴ്ച മുമ്പാണ്. സംഭവം ഇംഗ്ലണ്ടിലെ കെന്റിൽ. സ്ഥലപ്പേര് മാറ്റണമെന്നില്ല, കഥ സാങ്കല്പികവുമല്ല. ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ കല്ലുകടി. പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യ എന്ന ഭർത്താവിൻ്റെ പരിഭവം. ഞാനില്ലായിരുന്നെങ്കിൽ UK കാണില്ലായിരുന്നു എന്ന ഭാര്യയുടെ മറുപടി. ആൺ ദുരഭിമാനവും പെൺ അഹന്തയും ഉയർത്തെഴുന്നേറ്റ രാത്രി അവർ പരസ്പരം ഏറ്റുമുട്ടി. പിച്ചിയും മാന്തിയും പരസ്പരം മുറിവേൽപ്പിച്ചു. ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ വിളി, എനിക്ക് പുല്ലാണെന്ന് മറുപടി ഭർത്താവിൻ്റെ. എന്നാൽ വിളിച്ചിട്ട് തന്നെ എന്ന് ഭാര്യയും. ഒടുവിൽ പോലീസ് എത്തുന്നു. അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ ഭാര്യയ്ക്ക് സങ്കടം. എന്നാലും ഞങ്ങൾ ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞതല്ലേ എന്നൊരു പരിഭവം. അവൻ അവളെ ഉപദ്രവിച്ച മുറിവുകൾ കണ്ട പോലീസിന് പോലും സഹിക്കാനായില്ലത്രേ. അല്പം സ്നേഹം എവിടെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇവൻ ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കുമായിരുന്നോ എന്നാണ് വക്കാലത്തുമായി ചെന്നയാളോട് പോലീസിന്റെ ചോദ്യം. എന്നിട്ടും പോലീസിനെ വിളിക്കേണ്ടായിരുന്നു എന്നവൾ പരിതപിക്കുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. വീട്ടുകാരെയും നാട്ടുകാരെയും എങ്ങനെ ഫേസ് ചെയ്യും എന്ന സങ്കടം വേറെ. ഇരുവരും തീരുമാനിച്ചാലും ഇരുവർക്കും ഒരേ വീട്ടിൽ ഇനി താമസിക്കാൻ UK പോലീസ് സമ്മതിക്കില്ല. ഇപ്പോൾ വിവാഹമോചനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഇങ്ങനെ എത്ര സംഭവകഥകൾ UK-യിൽ അരങ്ങേറുന്നു. കേരളത്തിൽ നിന്ന് UK-യിലേക്ക് കുടിയേറുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംഭവിക്കുന്ന റോൾ റിവേഴ്സൽ പലപ്പോഴും ഈഗോ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നാണ് പലരും പങ്കുവയ്ക്കുന്നത്. ഇത്തരത്തിൽ ജയിലിലായ ഒട്ടേറെ മലയാളികളുണ്ടെന്നാണ് പലരുടെയും സാക്ഷ്യം. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്ന സ്ത്രീകൾക്കെതിരെ പുരുഷൻ നടത്തുന്ന ഗാർഹിക പീഡനങ്ങൾ ഇന്ന് UK-യിൽ വർദ്ധിച്ചു വരികയാണ്. കേരളത്തിലെ പോലെ പരാതി ഒതുക്കി തീർക്കാൻ ഇവിടെ ആരുമില്ലെന്ന തിരിച്ചറിവ് പലർക്കും വൈകിയാണ് ഉണ്ടാകുന്നത്. അപ്പോഴേക്കും കൈവിട്ടു പോകും. ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഓരോ മാസവും വർദ്ധിച്ചത് കടുത്ത ആശങ്കയ്ക്കാണ് വഴിവെച്ചത്. എല്ലാ രാജ്യങ്ങളിലെയും എന്ന പോലെ UK-യിലാണെങ്കിലും മലയാളികൾ കടുത്ത ഏകാന്തത നേരിടേണ്ടി വരുന്നു. പറഞ്ഞു വന്നാൽ നല്ലൊരു പങ്ക് കുടുംബാംഗങ്ങളും ഓരോ തുരുത്തുകളിലാണ് കഴിയുന്നത്. നാട്ടിലെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അഭാവം സൃഷ്ടിക്കുന്ന ഏകാന്തത അത് മാറ്റാൻ പലരും അഭയം പ്രാപിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. പുതിയ ബന്ധങ്ങൾക്കും പഴയ ബന്ധങ്ങൾ പൊടിതട്ടി പുറത്തെടുക്കാനുമെല്ലാം ഈ സോഷ്യൽ മീഡിയ കാരണമാകുന്നു. അവിഹിത ബന്ധങ്ങളിലേക്കും കുടുംബങ്ങളുടെ തകർച്ചയിലേക്കും നയിക്കുന്നതും ഇത്തരം സാഹചര്യങ്ങൾ തന്നെ. വർക്ക് പ്ലേസിലെ അടുപ്പങ്ങൾ അതിരുവിടുന്നതും കലഹങ്ങളിലേക്കും ജയിൽ ജീവിതങ്ങളിലേക്കും വിവാഹ മോചന കേസുകളിലേക്കും വരെ എത്തിക്കുന്നതുമായ സംഭവങ്ങൾ നിരവധിയാണ് UK-യിൽ.